നമുക്കൊന്നൊരു ബീഫ് കറി വെച്ചാലോ? നല്ല ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് 3 തക്കാളി, 3 സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായി മൂപ്പിച്ചെടുക്കണം കേട്ടോ. നന്നായി മൂത്ത് വരണം. എന്നാലാണ് നമ്മൾ ആ ബീഫ് കറിയുടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. സബോള വഴറ്റുന്നതിനനുസരിച്ചാണ് ബീഫിൻ്റെ ടേസ്റ്റ്. അങ്ങനെ അത് നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 സ്പൂൺ മുളക് പൊടി ഇട്ടതിന് ശേഷം 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി ഇളക്കി യോജിപ്പിക്കണം കേട്ടോ. എന്നാലാണ് എൻ്റെ സബോളയ്ക്ക് ഉപ്പ് പിടിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ അതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി അത് ഇളക്കി യോജിപ്പിച്ചു. എന്നാൽ നമ്മുടെ ബീഫ് ഇതാ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ മസാല അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മസാല ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ല മണം വരുന്നുണ്ട്. മസാലയുടെയും കാര്യങ്ങളൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മസാലയൊക്കെ കിടന്നിട്ട് ബീഫാണ്ട് കിടന്ന് തിളച്ചണ്ട് വറ്റട്ടത്. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതിലേക്ക് നമ്മുടെ മീറ്റ് മസാല ഉണ്ടല്ലോ, മീറ്റ് മസാല അതൊരു 3-4 ടീസ്പൂണ് മീറ്റ് മസാല ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാലാണ് നമ്മുടെ ആ ഒരു മണവും കാര്യങ്ങളും ഇപ്പം തന്നെ മണവും കാര്യങ്ങളും വരുന്നുണ്ട്. അതിലേക്കൊരു 3 ടീസ്പൂൺ ഇട്ട് കൊടുത്ത് മീറ്റ് മസാല ഇട്ട് കൊടുത്ത് അതുകൊണ്ട് അടച്ച് വെച്ചു. അതുകൊണ്ട് തുറന്നപ്പോണ്ട് മക്കളെ എന്താ ഒരു മണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തു കിടന്ന് തിളക്കി തന്നെ കേട്ടോ. നമ്മുടെ രാവിലത്തെ കപ്പ ഉണ്ടായിരുന്നു കേട്ടോ. ആ കപ്പയിലേക്ക് തന്നെ ബീഫാണ്ട് ഒഴിച്ചു. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും കൊള്ളിയിലേക്ക് ബീഫ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടിയിൽ കമൻറ്റ് ചെയ്യണേ.